പലപ്പോഴും നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ഈ അതിര് വിടുന്ന പ്രാങ്ക് ഷോകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പലതരത്തിലുള്ള പ്രാങ്ക് ഷോകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ മലയാളം വിട്ട് മറ്റ് ഭാഷകളിലേക്കൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഏത് തരത്തിൽ വിശേഷിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. സ്ത്രീത്വത്തിനെതിരെയുള്ള കടന്നുകയറ്റമായി വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ള പ്രാങ്ക് ഷോകൾ പോലും നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും നടക്കാറുണ്ട്. വിദേശത്തൊക്കെ ആണെങ്കിൽ അതും അതിനപ്പുറവും നടക്കാറുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് കേരളത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാം. കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ ഈ പ്രാങ്ക് ഷോകളുടെ ഈ പരിധിയും ഒക്കെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ നിയമം, നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ചുറ്റുപാട്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യവും നിശ്ചയിക്കുന്നതും ചെയ്യുന്നതും. അങ്ങനെ വരുമ്പോൾ ഈ യൂട്യൂബുകളിലും മറ്റുമൊക്കെയുള്ള പുതിയ തലമുറയുടെ പ്രാങ്ക് ഷോകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഞാനത് വളരെ കാര്യമായിട്ട് പറയണമെന്ന് വിചാരിച്ച ഒരു വിഷയമാണ്. കാരണം ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് നെയ്യാറ്റിൻകരയിൽ നടന്ന ഒരു പ്രാങ്ക് ഷോ, ആ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഈ ഒരു സ്കൂളിൻ്റെ മുന്നിൽ ഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ ഷൂട്ട് നടക്കുന്ന സമയത്ത് ആ കൊച്ചുകുട്ടികൾ, ഒരു 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കുട്ടികളെ പ്രാങ്ക് ചെയ്യാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ ഷോയ്ക്ക് ഉള്ളിൽ 18 വയസ്സ് തികയാത്ത ഒരാളെ നമ്മളതിനകത്ത് ഫ്രെയിമിൽ പോലും കാണിക്കാറില്ല. ഫ്രെയിമിൽ കാണിക്കും, അത് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ കൊച്ചു കുട്ടികളെ പ്രാങ്ക് ചെയ്യുന്ന ഒരവസ്ഥ, ഇതിൻ്റെ എല്ലാം ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഈ അറിയപ്പെടുന്ന ഒരു പ്രോഗ്രാമിൻ്റെ തലയിലേക്കായിരിക്കും വരുന്നത്. പണ്ട് നമ്മളിതിനകത്ത് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ചാനലിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ പേര് തരികിട എന്നായിരുന്നു. യഥാർത്ഥത്തിൽ എല്ലാം ഇത്തരം പ്രാങ്ക് ഷോയെ വിളിക്കുന്ന പേരാണ് തരികിട എന്നുള്ള പേര്. അത് പിന്നീട് ഗുലുമാൽ എന്നുള്ള പേരായി. ഞാൻ ചാനലിൻ്റെ പേര് പറയുന്നില്ല എങ്കിൽ പോലും ആ പ്രോഗ്രാമുകളുടെ പേര് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ജനത്തിൻ്റെ മനസ്സിനകത്ത് ചില കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. പിന്നെ പലപ്പോഴും വൈറലാവുന്ന പ്രോഗ്രാമാണ് ഇത്തരം പ്രാങ്ക് ഷോകൾ. അതുകൊണ്ട് തന്നെ ആളുകൾ അന്തം വിട്ട് ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് പുതിയ തലമുറ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു യുക്തിയുമില്ലാത്ത രൂപത്തിലാണ് ചെയ്യുന്നത്. നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മൾ ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. അവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇത് പബ്ലിക്കാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഒരാൾ ആശുപത്രി കേസിൽ ഓടിപ്പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് റോഡിൽ വെച്ച് ഒരു പ്രാങ്ക് കളിക്കുമ്പോൾ അത് എൻ്റെ ബന്ധുവാണെങ്കിലും എൻ്റെ വീട്ടുകാരാണെങ്കിലും താങ്കളുടെ വീട്ടുകാരാണെങ്കിലും നാളെ ഇത് ചെയ്യുന്ന ആളുകളുടെ വീട്ടുകാരാണെങ്കിലും അവരുടെ മാനസികാവസ്ഥ ആലോചിക്കാനുള്ള സാമാന്യ ബോധം നമുക്ക് വേണം എന്നുള്ളതാണ് പറയാനുള്ളത്.